ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കപ്പയ്ക്കൊപ്പം മീൻകറി പ്രത്യേകിച്ചും മത്തി വളരെ രുചികരമായ കോമ്പിനേഷനാണ്. എന്നാൽ കപ്പയും മത്തിയും വെവ്വേറെ കഴിക്കാതെ ഒരുമിച്ചുള്ള ഈ സ്നാക്ക് അതിലേറെ രുചികരമാണ്. ഇത് പാകം ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഈ റെസിപ്പിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഈ സ്നാക്ക് ഉണ്ടാക്കാനായി ഞാനിവിടെ 10 മത്തി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വരഞ്ഞു കൊടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ മത്തി ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. അത് എന്തൊക്കെയെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയ കഷ്ണം കുടംപുളി. നിങ്ങളുടെ കയ്യിൽ ഏത് പുളിയാണുള്ളത് അതെടുത്തോളൂ. പിന്നെ വേണ്ടത് 1/2 കപ്പ് വെള്ളവുമാണ്. ഇത്രയും ചേരുവകൾ ചേർത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് മതിയാകും മത്തിയും പാകമായി വരാൻ. ഇപ്പോൾ ഇത് മത്തി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിനു ശേഷം മുകളിൽ നിന്നും വേർതിരിച്ചെടുക്കാം. ശേഷം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണയും ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകവുമാണ്. ഈ ചേരുവകൾ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ച് 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില എന്നിവയാണ്. ഈ ചേരുവകൾ എല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി 1/2 കപ്പാണ്. അത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. പിന്നെ കൂടുതൽ ഉപ്പ് വാരിയിടരുത്. മത്തി വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കണക്കാക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ചുവന്നുള്ളി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുള്ളിൽ നിന്നും അടർത്തിയെടുത്ത് മത്തി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ചേരുവകളെല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി വേണ്ടത് 200 ഗ്രാം അളവിലുള്ള കൊള്ളിക്കിഴങ്ങാണ്. ഇത് ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി ഉടച്ചു യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ഉടഞ്ഞ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളയും എടുത്ത് പരത്തി അതിനുള്ളിൽ മത്തിയുടെ ഫില്ലിംഗ് നിറച്ചു കൊടുത്ത് വീണ്ടും ഉരുളയാക്കിയെടുക്കാം. പിന്നെ ഫില്ലിംഗ് നിറച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ നിറച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബോൾസ് ആക്കിയെടുക്കുമ്പോൾ ഫില്ലിംഗ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബോൾസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ബോൾസ് മുഴുവനായും ചേർത്ത് ഫ്രൈ ചെയ്യാം. അങ്ങനെ ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വശം തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോൾസ് കംപ്ലീറ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഇന്നത്തെ ഇഫ്താർ റെസിപ്പിയായ കപ്പ മത്തി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചമ്മന്തിക്കൊപ്പമോ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.